നമസ്കാരം ഗൈസ്, ഞാൻ പ്രേംജിത്ത് പ്രേമലാൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെബി LODR 2015. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇവൻ എന്തുവാ ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 പേജുള്ള ചാപ്റ്ററാണ് ഇവൻ ഈ 14 പേജ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 14 പേജ് ആക്കാനായിട്ട് എനിക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞെങ്കിൽ സ്കാനർ എടുത്ത് നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ ഈ LODR പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ പോർഷൻസ് കവർ ചെയ്യണം, അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ഈ 14 പേജിൻ്റെ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ തുടക്കത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനി കോക്കനട്ട്. നിങ്ങൾക്കൊരു തേങ്ങ മനസ്സിലാവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ഒരു 3-4 പേജ് പക്കായിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മൊത്തം പച്ചവെള്ളം പോലെ തന്നെ ഇങ്ങ് വരും. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കിയത് CA രാകേഷ് സാറിൻ്റെയും CA രാഘവ് ഗോയൽ സാറിൻ്റെയും നോട്ട് റെഫർ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കഴിവാണ്, എൻ്റെ കഴിവല്ല. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ സെബി LODR ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെബി ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻസ് 2015. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺലിസ്റ്റഡ് കമ്പനി ലിസ്റ്റഡ് ആവുന്ന പ്രോസസ്സിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബാച്ചിലർ ഹസ്ബൻഡ് ആവുന്ന എപ്പോഴാണ്? കല്യാണം കഴിക്കുമ്പോഴാണ്. അതേ കണക്ക് ഒരു അൺലിസ്റ്റഡ് കമ്പനി ലിസ്റ്റഡ് കമ്പനി ആവുന്നത് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിയുമ്പോഴാണ്. ഓക്കെ, മീൻസ് അതിൻ്റെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു കമ്പനി ലിസ്റ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ആൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? അയാൾക്ക് കുറേയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേ കണക്ക് ഇവിടെ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്പനിക്ക് കുറേയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ്? ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം, അത് നമ്മളെ കടമയാണ്, നമ്മൾ ഉത്തരവാദിത്തങ്ങളാണ്. ഭാര്യയ്ക്ക് എന്തായാലും ഉടുപ്പൊക്കെ മേടിച്ചു കൊടുക്കണം. മീൻസ് ഭാര്യ ഇൻ കേസ് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. ഭക്ഷണം കൊടുക്കേണ്ട, ഉടുപ്പ് മേടിച്ചു കൊടുക്കേണ്ട, ഷെൽട്ടർ എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുശേഷം അടുത്ത ഭാര്യയുടെ അടുത്ത് വല്ല കാര്യങ്ങളും മറച്ചു വെക്കാവോ? പറ്റത്തില്ല, നമ്മൾ തീർച്ചയായിട്ടും തുറന്നു പറയണം. അപ്പോൾ എന്താണ്? കുറച്ച് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതാണെങ്കിൽ ഈ കമ്പനികൾക്കും എന്തുണ്ട്? സെബിയുടെ അടുത്ത് കുറച്ചധികം കടമകളുണ്ട്. സെബിയുടെ അടുത്തല്ല, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് കുറച്ചധികം കടമകൾ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് കുറച്ചധികം കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേഷനാണ് സെബി LODR റെഗുലേഷൻസ് 2015. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അൺലിസ്റ്റഡ് കമ്പനി ആയിരുന്നു, ആ കമ്പനി എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള കാര്യങ്ങൾ, മീൻസ് ക്യാപിറ്റൽ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ICDR റെഗുലേഷൻസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഈ LODR റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ LODR റെഗുലേഷൻസ് കോർപ്പറേറ്റ് ഗവർണൻസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഈ ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ന്യായമായ രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ആൾക്കാർ പെരുമാറുന്നത്, അവിടെ സുതാര്യതയുണ്ട്, കമ്പനിയുടെ പ്രോസസ്സുകളിൽ സുതാര്യതയുണ്ട്. ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? LODR റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന, സുതാര്യത എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് LODR ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട് എന്ത് വേണം? കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് വേണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ജീവിതത്തിൽ സുതാര്യത വേണം, അല്ലെങ്കിൽ എൻ്റെ ഒരു മാരീഡ് ലൈഫിൽ സുതാര്യത വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭാര്യയുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം. അതുപോലെ ലിസ്റ്റഡ് കമ്പനികളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? നമുക്ക് പബ്ലിക് തന്നെയായിട്ട് ചെയ്യാം. മീൻസ് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ചെവിയിൽ അത് എത്തും. അപ്പോൾ എന്താണ്? കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയണം. അപ്പോൾ തുറന്നു പറയുന്നത്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഭാര്യ എടുത്ത് പറയണം. അതെനിക്ക് ഡിസ്ക്ലോഷേഴ്സ് പലതരത്തിലുണ്ട്. അതെനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ കാര്യം സംഭവിച്ചാൽ ഞാൻ അത് പെട്ടെന്ന് പറയാം. അതെനിക്ക് ഡിസ്ക്ലോഷേഴ്സ് പലതരത്തിലുണ്ട്. ഈവൻറ്റ് ബേസ്ഡ് ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്, പീരിയോഡിക് ഡിസ്ക്ലോഷേഴ്സ് ഉണ്ട്. ഈവൻറ്റ് ബേസ്ഡ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, എന്തെങ്കിലും പ്രധാനമായിട്ടുള്ളൊരു സംഭവം കമ്പനി നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയും. അതിനാണ് ഈവൻറ്റ് ബേസ്ഡ് ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. പീരിയോഡിക് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ടൈം ഫ്രെയിമിൽ, ഓരോ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അത് 1 ടൈം ആയിരിക്കും, ഒറ്റ തവണ പറഞ്ഞാൽ മതിയാവും. ചിലത് 3 മാസം കൂടുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ചിലത് 6 മാസം കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ചിലത് വർഷത്തിൽ 1 പ്രാവശ്യം പറഞ്ഞാൽ മതി. അതാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ടൈം, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി. ഓക്കെ, അടുത്തത് പർപ്പസ് ഓഫ്
സെബി LODR. എന്തിനു വേണ്ടിയിട്ടാണ് ഈ LODR റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ LODR ഒക്കെ കൊണ്ടുവരുന്നതിന് മുമ്പിട്ട് കമ്പനീസ് ആക്ട് കുറേ പ്രൊവിഷൻ പറയും, അത് കണക്ക് സെബി കുറേ പ്രൊവിഷൻസ് പറയും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുറേ പ്രൊവിഷൻസ് പറയും, അല്ലെങ്കിൽ കുറേ റിക്വയർമെൻറ്റ്സ് പറയും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? ഒരു കമ്പനി കംപ്ലൈ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പലതും പലതായിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരണം, എല്ലാം ഒരുപോലെ ആയ രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കമ്പനീസ് ആക്ടിന് ആയിട്ട് മാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഉണ്ടാക്കുന്ന ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റുകളെല്ലാം ഒന്നുപോലെ ആയിരിക്കണം. അപ്പോൾ ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും എൻ്റർ ആവുന്ന ഒരു എഗ്രിമെൻ്റാണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യപ്പെടണമെങ്കിൽ അവർ രണ്ടുപേരോട് ഒരു ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കും. ഇപ്പോൾ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിനകത്ത് ഈ കമ്പനി എന്തൊക്കെ ഇൻഫർമേഷന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻ പണ്ട് ഈ റെഗുലേഷൻ ഒന്നും ഇല്ലാത്തപ്പോൾ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചും പല കാര്യങ്ങളായിരിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും കറക്റ്റായ രീതിക്ക് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? സെബി LODR കൊണ്ടുവന്നുകൊണ്ട് ഇതൊരു യൂണിഫിക്കേഷൻ കൊണ്ടുവന്നു. മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിംഗ് റെഗുലേഷൻസ് ഇപ്പോൾ എന്ത് പ്രകാരമായിരിക്കണം? LODR പ്രകാരമായിരിക്കും. LODR പറയാം എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന്. അപ്പോൾ അത്തരത്തിൽ അതാണ് ആദ്യത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കമ്പനീസ് ആക്റ്റുമായിട്ട് മാച്ച് ചെയ്യണം, അതുപോലെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കണ്ടീഷനുകൾ. ഇതാണ് ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് LODR കൊണ്ടുവന്നതിൻ്റെ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻസൈഡർ ട്രേഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി ആണ് രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണെന്ന് ഞാൻ പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞതാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ അകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും? കമ്പനിയിൽ കുറേയധികം ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടാകും, കമ്പനിക്കകത്തുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷനുകൾ അവിടുത്തെ ആ കമ്പനിയുടെ സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. മീൻസ് വെളി വിട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫർമേഷനുകളായിരിക്കും. പക്ഷേ ഈ ഇൻഫർമേഷൻ എന്തില്ല? വെളിയിലുള്ള ആൾക്കാർക്കില്ല. അപ്പോൾ ഇത് അകത്തുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമുള്ള ആ ഇൻഫർമേഷൻ വെച്ച് ഇവരെന്ത് ചെയ്യും? ഈ സെക്യൂരിറ്റീസിൽ ട്രേഡ് ചെയ്യും. അതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസൈഡർ ട്രേഡിംഗ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ അകത്തുള്ള ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻ പബ്ലിക് ഡൊമൈനിലില്ല, പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനില്ല, പബ്ലിക്കിലില്ല. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? ഈ ഇൻസൈഡർ ട്രേഡിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അകത്തുള്ള ഇൻഫർമേഷൻ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇത്ര ദിവസത്തിനുള്ളിലൊക്കെ എന്ത് ചെയ്യണം? പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് സെബി LODR റെഗുലേഷനുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഇൻസൈഡർ ട്രേഡിംഗ് നമുക്ക് ധാരാളമായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. മീൻസ് ഈ ഇൻഫർമേഷൻ വെളിയിൽ കിട്ടേണ്ട സമയത്തിൻ്റെ ഗ്യാപ്പ് എന്ത് ചെയ്യും? കുറയ്ക്കും. ചിലപ്പോൾ കമ്പനിക്കകത്ത് വലിയൊരു സംഭവം നടക്കും. ഫോർ എക്സാമ്പിൾ, അവിടുത്തെ ഡയറക്ടർ മാറാനായിട്ട് പോകണം. ഈ ഇൻഫർമേഷൻ ചിലപ്പോൾ പബ്ലിക്കിൽ അവൈലബിൾ ആവുന്നതിന് ചിലപ്പോൾ 1.5 മാസത്തെ ഡിലേ കാണും. അപ്പോൾ ഈ 1.5 മാസത്തിനിടയ്ക്ക് ഇൻസൈഡേഴ്സിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഇവർക്ക് ഈ ഷെയർസ് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്ത് ചിലപ്പോൾ വാങ്ങിച്ചു കൂട്ടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം? വിറ്റ് മൊത്തം മാറ്റി അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഈ ടൈം ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അത്തരത്തിലുള്ള ഇൻസൈഡർ ട്രേഡിംഗ് ഒന്നും നടത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, മീൻസ് നേരത്തെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക്കിന് അവൈലബിൾ ആവും. അതാണ് പർപ്പസ്. അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്റ്റുമായിട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ കണ്ടീഷനുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഇൻസൈഡർ ട്രേഡിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കമ്പനിക്ക് കമ്പനീസ് ആക്റ്റും ആപ്ലിക്കബിൾ ആണ്, LODR ആപ്ലിക്കബിൾ ആണ് ലിസ്റ്റഡ് കമ്പനിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കോൺട്രവെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മീൻസ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നു, സെബി LODR മറ്റൊന്ന് പറയുന്നു. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഏതാണ് ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ രണ്ടും ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ സ്ട്രിക്റ്റ് അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ LODR ഫോളോ ചെയ്യാം. ഇപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ രണ്ടും ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ സെബി LODR ഫോളോ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റുകൾ ഇപ്പോൾ എന്ത് പ്രകാരമായിരിക്കണം? സെബി LODR പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ഈ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്ത് പ്രകാരമായിരിക്കണം? സെബി LODR പ്രകാരമായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് എത്തരത്തിലുള്ള കമ്പനികൾക്കാണ് സെബി LODR ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഞാൻ ആദ്യം തൊട്ട് പറയാണ്, ലിസ്റ്റഡ് കമ്പനികൾക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? LODR ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനികൾക്കാണ് ആപ്ലിക്കബിൾ ആണെന്ന് നമുക്കറിയാം. കുറച്ചുകൂടെ ഡെപ്ത് പോവുകയാണെങ്കിൽ ഈ താഴെ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്കാണ് LODR ആപ്ലിക്കബിൾ ആവുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പേരുകൾ നമ്മൾ ICDR റെഗുലേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. മെയിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു മെജോറിറ്റി 90% കമ്പനികളുടെയും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 90% കമ്പനികളുടെയും ട്രേഡ് ചെയ്യപ്പെടുന്ന മെയിൻ ബോർഡിലാണ്. SME എന്ന് പറഞ്ഞാൽ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളുടെ ഷെയറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നു.
ഇന്നോവേറ്റേഴ്സ് ഗ്രോത്ത് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇന്നോവേറ്റേഴ്സ് ഗ്രോത്ത് പ്ലാറ്റ്ഫോം. ഇവിടെ മുട്ടൻ ബയേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റികളുള്ള കമ്പനികൾക്കാണ് എന്ത് ചെയ്യുന്നത്, LODR ആപ്ലിക്കബിൾ ആവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഏതൊക്കെ സെക്യൂരിറ്റികൾക്കാണ് സെബി LODR ആപ്ലിക്കബിൾ ആവുന്നത്? ഒന്നുമില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യപ്പെടുന്ന മിക്ക എല്ലാ സെക്യൂരിറ്റിക്കും എന്താണ് സെബി LODR ആപ്ലിക്കബിൾ ആണ്. പക്ഷേ നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുകൾ പഠിച്ചു വെക്കണം. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകൾ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞാൽ അറ്റ് ലേറ്റർ പീരീഡ് നമുക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഷെയറാണ്, ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകൾ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറുകൾ. പിന്നെ IDR അറിയാമല്ലേ? ഓക്കെ. എന്താണ്, ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിൽ നിന്ന് പൈസ റേസ് ചെയ്യണമെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതാണ് IDR. സെക്യൂർഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ ബോണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സെക്യൂർഡ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അടുത്തത് സെക്യൂരിറ്റി റെസിപ്റ്റ്. സെക്യൂരിറ്റി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ സർഫേസിയുടെ കീഴിൽ നമ്മൾ പഠിക്കും. അസറ്റ് റിക്കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പഠിക്കും. ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികളാണ് സെക്യൂരിറ്റി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സർഫേസിയുടെ കീഴിൽ ഇപ്പോൾ ബാങ്കിൻ്റെ കിട്ടാക്കടങ്ങളൊക്കെ ഇല്ലേ, അത് വാങ്ങിക്കുന്ന കമ്പനിയാണ് ARC എന്ന് പറയുന്നത്, അസറ്റ് റിക്കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ARCകൾക്ക് ഈ ബാങ്കിൻ്റെ കിട്ടാക്കടം വാങ്ങിക്കണമെങ്കിൽ അവരൊരു പേയ്മെൻറ്റ് ബാങ്കിന് കൊടുക്കണം. ചിലപ്പം ബാങ്കിൻ്റെ കിട്ടാക്കടം 100 കോടിയായിരിക്കും, അവരൊരു 60 കോടിക്ക് അത് വാങ്ങിക്കും. ഇവർക്ക് ഈ 60 കോടി എങ്ങനെ കിട്ടും? അത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. എങ്ങനെ? സെക്യൂരിറ്റി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്ത്. അതാണ് ഈ സെക്യൂരിറ്റി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, മ്യൂച്വൽ ഫണ്ട് അറിയാലോ. ഇപ്പോൾ ഒരു ഫണ്ട് ഉണ്ടാവും, ഒരു കമ്പനി ഉണ്ടാവും, നടക്കുക അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി. അവരൊരു മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അതെന്ത് ചെയ്യും? അവർ ഷെയർസും ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അടുത്ത സെബി ഹാസ് ഇഷ്യൂഡ് വേരിയസ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ കമ്പനിക്ക് കുറേയധികം ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പെസിഫിക് ഒബ്ലിഗേഷനാണ്. മീൻസ് ചില സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒബ്ലിഗേഷൻ പാലിച്ചാൽ മതി. അതാണ് സ്പെസിഫിക് ഒബ്ലിഗേഷൻ. കോമൺ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾക്കും ആപ്ലിക്കബിൾ ആവുന്ന ഒബ്ലിഗേഷൻ. അപ്പോൾ കോമൺ ഒബ്ലിഗേഷൻ്റെ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോയിൻറ്റ് കംപ്ലയൻസ് ഓഫീസർ. മീൻസ് നമ്മുടെ കമ്പനിയിലെ നിയമങ്ങളും അതുപോലെ തന്നെ റെഗുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഓഫീസറാണ് കംപ്ലയൻസ് ഓഫീസർ. ഒന്നുമില്ല, കമ്പനി സെക്രട്ടറി, അതാണ് കംപ്ലയൻസ് ഓഫീസർ എന്ന് പറഞ്ഞത്. ഓക്കെ. ഷെയർ ട്രാൻസ്ഫർ ഏജൻറ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ കുറേയധികം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ്, അതുമല്ല, ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ഷെയർ വിൽക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം എടുത്ത് ആരാണ് ഇതിൻ്റെ ഓണർന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വോളിയൂമസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ആളെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ മാത്രം നോക്കിയെടുത്താൽ മതി. ഷെയർ ആരാ വാങ്ങുന്ന, ഷെയർ ആരാ വിൽക്കുന്ന, അപ്ലൈ ചെയ്തെടുക്കുന്ന ഷെയർ കൊടുക്കുന്നുണ്ടോ, അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്ത് ചെയ്യും? ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുക. അയാളെ പറയുന്നവരാണ് ഷെയർ ട്രാൻസ്ഫർ ഏജൻറ് എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കോമൺ ഒബ്ലിഗേഷനാണ്. ഈ ഇൻ്റർമീഡിയറീസുമായിട്ട് എന്ത് ചെയ്യുക? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ എന്താണ്? ഇൻ്റർമീഡിയറികളാണ്. അപ്പോൾ ഇൻ്റർമീഡിയറുകളുമായിട്ട് എന്ത് ചെയ്യുക? കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ പ്രിസർവ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ കമ്പനിയുടെ കുറച്ച് ഡോക്യുമെൻറ്റുകൾ പോളിസികളാണ്. പിന്നെ ചില ഡോക്യുമെൻറ്റിൽ ഇത്ര വർഷം, ചില ഡോക്യുമെൻറ്റ് കമ്പനി തീരുന്നത് വരെയും വെക്കണം. അതിനൊക്കെ ഓരോ പോളിസികളുണ്ട്. അപ്പോൾ പ്രിസർവ് ഡോക്യുമെൻറ്റ്സ്. ഫയലിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇന്ന സമയങ്ങളിൽ ഇന്ന ഡോക്യുമെൻറ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി അവർക്കൊക്കെ ഫയൽ ചെയ്യണം. അതിനെക്കുറിച്ചുള്ള കടമകൾ. പിന്നെ ഗ്രീവിയൻസ് റിഡ്രസൽ. മീൻസ് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്താണ് കംപ്ലൈൻറ്റ് ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്തെടുക്കും. ഇത് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് കോമൺ ഒബ്ലിഗേഷൻ പറഞ്ഞെന്നുള്ളൂ. മീൻസ് കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി പഠിക്കാനുണ്ട്, ഇവിടെ വെച്ച് ഓർത്തിരിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ കംപ്ലയൻസസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കംപ്ലയൻസസ്, ഈ കംപ്ലയൻസസിൻ്റെ മേലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മീൻസ് ലിസ്റ്റ്, ക്വാർട്ടർലി കംപ്ലയൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെ എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്ര സ്ട്രക്ചർഡ് വെയിലൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടേക്കുമാണ്. നമ്മൾ ഒരു സ്ട്രക്ചർഡ് വെയിൽ അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ കംപ്ലയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാണ്. 1 ടൈം കംപ്ലയൻസ് ഉണ്ട്, ക്വാർട്ടർലി കംപ്ലയൻസ് ഉണ്ട്, ഹാഫ് ഇയർലി കംപ്ലയൻസ് ഉണ്ട്, ആനുവൽ കംപ്ലയൻസ് ഉണ്ട്. 1 ടൈം എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ പറഞ്ഞാൽ മതി ആ കാര്യം വെളിയിൽ. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 മാസം കൂടുമ്പോൾ പറയണം. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആനുവലി വർഷത്തെ ഒരിക്കൽ പറഞ്ഞാൽ മതി. 1 ടൈം കംപ്ലയൻസ് എന്താണെന്ന് പറയാം. അപ്പോയിൻറ്റ് കംപ്ലയൻസ് ഓഫീസർ. എന്താണ്? കംപ്ലയൻസ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യണം. ഒറ്റ പ്രാവശ്യത്തെ കംപ്ലയൻസ് ആണ്. രണ്ടാമത്തെ, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണം. മൂന്നാമത്തത്, കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് പ്രിസർവ് ചെയ്യുന്ന പോളിസി ഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചില ഡോക്യുമെൻറ്റുകൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇത്ര വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ചില ഡോക്യുമെൻറ്റുകൾ ലൈഫ് ടൈം മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഓരോ കമ്പനിക്കും എന്തുണ്ട്? പോളിസികളുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള പോളിസി ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം എന്താണ്, വൺ ടൈം കംപ്ലയിൻസ് ആണ്. കംപ്ലയിൻസ്